സോ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മരട്, അതായത് കൊച്ചിയിലെ മരടിൽ ഒരു കാർ ഡെലിവറി എടുക്കാൻ പോയ ടീമിന് ഒരു നിർഭാഗ്യവശാൽ ഒരു മോശം അനുഭവം, അങ്ങനെ തന്നെ വേണം പറയാൻ. സോ അതൊരു കാർ ഷോറൂമാണോ അതോ ഒരു പൂരപ്പറമ്പാണോ എന്നുള്ളത് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. സോ നമ്മളൊരു കാറ്, അതായത് നമ്മുടെ സമ്പാദ്യം മൊത്തം എടുത്തു വെച്ചിട്ടായിരിക്കും നമ്മളൊരു കാറ് വാങ്ങാൻ പോകുന്നത്. സോ 31 ലക്ഷം രൂപ കൊടുത്തിട്ട് മഹേന്ദ്രൻ്റെ ഒരു കാറ് വാങ്ങാൻ കൊച്ചിയിലെ മരടിലുള്ള ഒരു ഷോറൂമിൽ പോയതാ. അത് കളിക്കാരൻ എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. സോ ഇവരിത് വാങ്ങാൻ പോയിട്ട് ആ കാറിൽ ഇവർക്ക് കർട്ടൻ റൈസറൊക്കെ ഉണ്ട്. അതായത് ഈ വണ്ടിയിൽ മറ്റേ കർട്ടനൊക്കെ വലിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊന്നും കൊടുത്തിട്ടില്ല. ഒക്കെ പോട്ടെ, വണ്ടി പുത്തൻ വണ്ടിയിൽ സ്ക്രാച്ച് കണ്ടതിനെ തുടർന്ന് ഇവർ ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഇതിൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇവരുടെ അടുത്ത് കയർക്കുകയാണ്. സോ നമ്മളാണ് 31 ലക്ഷം രൂപ കൊടുത്ത് കാറ് വാങ്ങാൻ പോയത്. ഓക്കെ, 31 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ കാറ് വാങ്ങാൻ പോയിട്ട് കസ്റ്റമേഴ്സ് ഈസ് ദ കിങ് എന്ന് നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ട് അതിനെതിരായിട്ട് അവിടുത്തെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് വല്ല ഗുണ്ടകളാണ്. ഒരു തടിച്ചിട്ടുള്ളവനൊക്കെ ഉണ്ട്, എൻ്റെ അമ്മോ, അവനൊക്കെ ഇവർ പറയുന്നുണ്ട് നമ്മളെ കണ്ടിട്ട് നമ്മൾ ഇടിക്കാൻ വേണ്ടിയിട്ട് മതിലിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനൊക്കെ ആരാ? നമുക്ക് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഉണ്ട് കേട്ടോ. ഇവർ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആക്കിയിട്ട് ഒരു 12-13 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ട്. അത് നമുക്ക് മൊത്തം ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റില്ല, നമ്മൾ അതിൻ്റെ ചെറിയൊരു പാർട്ട് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ എന്താ നടന്നത്, എന്താ റീസൺ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, സോ അതിൻ്റെ ചെറിയ വീഡിയോ ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. ഓക്കെ, അത് നിങ്ങൾ കണ്ടോ. അപ്പൊ നിങ്ങളിപ്പോ കണ്ട വീഡിയോ ഞാൻ എന്റെ ഫാമിലി മരടിലുള്ള വയലാട്ട് മഹേന്ദ്രയ്ക്ക് നമ്മളെ പുതിയ വണ്ടിയെ B6 എടുക്കാൻ പോയപ്പോൾ നമുക്കുണ്ടായ ബാഡ് എക്സ്പീരിയൻസ് ആണ്. ശരിക്കും പറഞ്ഞ ഒരു ഹാപ്പി ആയിട്ട് എടുക്കേണ്ട ഒരു വ്ളോഗായിരുന്നു ഇത്. അവിടുത്തെ സ്റ്റാഫുകളുടെ നല്ല പ്രവൃത്തി കാരണം ഇല്ലാണ്ടായി. നമ്മള് ഇവിടുന്ന് വ്ളോഗൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. നല്ല ഹാപ്പി ആയിട്ട് ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. കൊച്ചിയിലുള്ള മരടിലാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ഷോറൂമിലേക്ക് പോയി, അവിടെ ഉള്ളിലത്തെ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു, കേക്കൊക്കെ മുറിച്ചു. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, വണ്ടി ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവിടെ ഫസ്റ്റ് കർട്ടനൊക്കെ ഇട്ട് വണ്ടി സെറ്റാക്കി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ കർട്ടൻ കാണാനില്ല. എന്നിട്ട് നമ്മളെ പുറത്തേക്ക് വിളിച്ചു, നമ്മുടെ എക്സിക്യൂട്ടീവ് സ്റ്റാഫ് വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു, അപ്പൊ സാർ ഇതാ ചാവി എടുക്കല്ലേന്ന്. അപ്പൊ നമ്മൾ ചോദിച്ചു കർട്ടൻ റൈസർ ഇല്ലെന്ന് ചോദിച്ചു. കർട്ടൻ ഇല്ലേ? ഇപ്പൊ എങ്ങനെ ചെയ്യാത്? കാരണം നമ്മള് 10-31 ലക്ഷം രൂപയ്ക്കാണ് വണ്ടി എടുക്കുന്നത്. ഏത് വണ്ടി എടുത്താലും ഇപ്പൊ എന്റെ കസിന് ഒരു എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറയാണ്ട് തന്നെ കമ്പനിക്കാര് കർട്ടൻ റൈസറും പിന്നെ മറ്റേ പൂത്തിരി ആ സംഭവമൊക്കെ സെറ്റ് ചെയ്ത്. അതൊന്നും വേണ്ട, എന്നാലും കർട്ടൻ റൈസർ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ. നമുക്കിങ്ങനെ തുണി ഇതാക്കുമ്പോൾ വണ്ടി ഇങ്ങനെ റിവീൽ ചെയ്ത് വരുന്നത്, ആ എക്സ്പെക്ടേഷനിലാണ് നമ്മൾ അവിടെ പോയത്. പിന്നെ നമ്മൾ ആ സമയത്താണ് ആദ്യമായിട്ട് വണ്ടി കാണുന്നത്. വണ്ടി കണ്ടപ്പോൾ മൊത്തം സ്ക്രാച്ച്, ഈ മേലത്തെ ഭാഗത്ത് സ്ക്രാച്ച് ഉണ്ടായിരുന്നു, സൈഡത്തെ 2 ഭാഗത്തും മൊത്തം സ്ക്രാച്ച്. അപ്പൊ നമ്മൾ ഈ 2 കാര്യം കണ്ടപ്പോൾ എനിക്ക് റൈസായി. കാരണം നമ്മൾ ഇത്രയും പൈസക്ക് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഇതൊന്നും പാടില്ലല്ലോ. അവര് അടിപൊളിയായിട്ടല്ല നമുക്ക് ചെയ്തു തരേണ്ടത്. ഞാൻ റൈസ് ആയപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് കർട്ടൻ റൈസറിൽ ഇട്ട് കൊടുക്ക്, സ്ക്രാച്ച് ആണ് സ്ക്രാച്ച് ആവട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ വലിഞ്ഞു കയറി വന്നല്ല, നമ്മൾ ഇത്ര പൈസ കൊടുത്തിട്ട് വണ്ടി എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവൻ വേണമെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോടാ. അങ്ങനെ ഈ ഡയലോഗ് പറയുമ്പോഴേക്കും ഫസ്റ്റത്തെ ഈ പ്രശ്നം തുടങ്ങി. വണ്ടി എടുത്തിട്ട് ആകെ സ്ക്രാച്ച്. എന്ത് പറ ഡയലോഗ് അടിക്കില്ല വലിയ ഡയലോഗ് അടിക്കില്ല.
അപ്പൊ ഈ പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടാവുന്നത് ഞാനും പിന്നെ എന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. നമ്മളെ രണ്ടാളത്തേക്കാണ് ആദ്യം പ്രശ്നം ഉണ്ടായത്. നിങ്ങള് വേറെ ഒന്നും പറഞ്ഞില്ലേ, ആ കൂടി 2 കാര്യമാണ് അവരടുത്ത് പറഞ്ഞത്. ഒന്ന് കർട്ടൻ റൈസർ വേണം, പിന്നെ വണ്ടി മറ്റേ സ്ക്രാച്ച് ഒന്ന് ക്ലിയർ ചെയ്ത് തരണം എന്ന് പറഞ്ഞു. കർട്ടൻ റൈസറിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവര് നമ്മളോട് സംസാരിക്കുന്ന സ്റ്റാഫ് അല്ല, വേറെ 2 സ്റ്റാഫ് വന്നിട്ടാണ് വിഷയങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം. അവര് പറഞ്ഞു സ്ക്രാച്ച് ആയാലും കുഴപ്പമില്ല, നനഞ്ഞ് തുണിയിട്ട് കൊടുത്തോ, നമ്മുടെ വണ്ടി നല്ലോ, അങ്ങനത്തെ ഡയലോഗ് പറഞ്ഞു. അപ്പൊ അതിനുശേഷം നമ്മൾ പറഞ്ഞു നമ്മൾ വലിഞ്ഞേറി വന്നല്ല, നമുക്ക് നല്ല തുണിയാണ് ഇട്ട് തരണം. നമ്മൾ രാവിലെ ഇന്നലെയും ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് നമുക്ക് നല്ല സാധനം വേണം, നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സാധനം ഇല്ലാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചു. അപ്പൊ ഒരു നനഞ്ഞ തുണി ഇട്ടിട്ട് പിന്നെ അച്ഛൻ പറഞ്ഞു പറ്റില്ല, നമുക്ക് ഈ തുണി പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം അങ്ങനെ വർത്താനായി. പിന്നെ നമ്മൾ വണ്ടി നോക്കിയപ്പോൾ വണ്ടി മറ്റേ ഫുള്ള് സ്ക്രാച്ച്, മേൽഭാഗം മൊത്തം സ്ക്രാച്ച് ആണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേണമെങ്കിൽ വണ്ടി എടുത്തിട്ട് പോടാന്നുള്ള ഡയലോഗ് പറഞ്ഞു. അപ്പൊ നമുക്ക് ശരിക്കും പ്രഷറായി. കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വണ്ടി വെച്ചിട്ട് നമ്മൾ ഇത് കേൾക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നല്ല വണ്ടി കിട്ടും വേണം. അത് രണ്ടും ഇവിടെ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ ആദ്യത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അവരെല്ലാരും നമ്മുടെ മെക്കെട്ട് കയറാൻ വന്നു. ഒരു 5-10 സെക്കൻഡില് 5-10 സെക്കൻഡിനുള്ളിൽ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ മൊത്തം നമ്മളെ വളഞ്ഞ് നമ്മളെ വെല്ലുവിളിക്കുക. അതിലൊരു സ്റ്റാഫിനെ നമ്മുടെ അടുത്ത് വന്ന് പറയണ്ടായിരുന്നു, ചേട്ടാ നിങ്ങൾ വണ്ടിയായിട്ട് പൊക്കോ, ഇതിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണ കാര്യമെന്നൊക്കെ അവിടുത്തെ സ്റ്റാഫ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അത്ര പെട്ടെന്ന് അവിടെ ആൾക്കാർ കൂടിയത്. അത്ര സെക്കൻഡിനുള്ള അവിടെ ആൾക്കാർ കൂടി. അവരെല്ലാ സ്റ്റാഫുകളും വന്നു ഇടിക്കാൻ വരിക. അവർക്ക് ഞങ്ങൾ പിറ്റേ ദിവസം അവിടുത്തെ ഒരു ചേട്ടൻ കണ്ടായിരുന്നു ഈ വിഷയത്തിലുള്ള മെയിൻ ആളെ. അപ്പൊ ആള് ഞങ്ങളടുത്ത് പറഞ്ഞത് ആൾക്ക് എന്താ ഈ സംഭവം ഒന്നും കൂടി അറിയില്ല. അങ്ങനെ ആൾക്കാർ വന്നിട്ട് നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാവണത്. കുറെ പേർക്ക് എന്താ സംഭവം എന്ന് അറിയില്ല. സംഭവം ആൾക്കാരൊക്കെ വരും, ഒരേ കമ്പനി അല്ലേ, ഒരാളെ തൊട്ട് ഒരാളായിട്ട് പ്രശ്നമായ എല്ലാവരും വരും. പക്ഷെ ഇത് ഒരാൾക്കും പ്രശ്നം എന്താന്ന് പോലും അറിയില്ല. കുറെ പേര് വന്ന് നമ്മളെ തല്ലാൻ നിൽക്കുകയാണ്. അവര് മെയിൻ ആയിട്ട് പറയുന്നത് നമ്മൾ കള്ളു കുടിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ പോലീസിനെ വിളിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവർക്ക് പോലീസിനെ വിളിക്കാറുണ്ട്, നമ്മളാണ് അലമ്പുണ്ടാക്കിയത്. അതെ, നമ്മളാണ് ഫസ്റ്റ് പോലീസിനെ വിളിച്ചത്. ഇപ്പൊ കള്ളുടിച്ചപ്പോ അവര് പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസിനെ, അവർക്ക് ആദ്യം പോലീസിനെ. ഞാനാണ് പോലീസിനെ വിളിച്ചത്. പ്രശ്നമുണ്ടായി ഫസ്റ്റ് നമ്മൾ പ്രശ്നമുണ്ടായപ്പോൾ പോലീസിനെ വിളിച്ചു. അപ്പോൾ അതിന് മുന്നിൽ മാനേജർ വന്ന് നമ്മളെ ഒരു റൂമിലിരുത്തി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കോംപ്രമൈസ് ചെയ്താണ് ഫസ്റ്റ്. അവിടെ തീരേണ്ടതായിരുന്നു പ്രശ്നം, അവിടെ അവസാനിപ്പിക്കേണ്ടായിരുന്നു അവിടെ. സോ എങ്ങനെ കാര്യങ്ങള് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു പുതുപുത്തൻ വണ്ടി എടുക്കാൻ പോയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. സോ ഒരാള് നമ്മളിപ്പോൾ എന്താണ്, നമുക്ക് കർട്ടൻ റേസർ വേണം, അതേപോലെ തന്നെ വണ്ടിയിൽ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു പുതുപുത്തൻ വണ്ടിയിൽ എങ്ങനെയാണ് എന്താണ് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്? അത് അവിടുത്തെ സ്റ്റാഫിന്റെ മിസ്റ്റേക്ക് തന്നെയല്ലേ. അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാതെ അതിൽ എന്താണ് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരില്ലല്ലോ. സോ ഇത് ഡയറക്റ്റ് മഹേന്ദ്രയ്ക്ക് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വിളയാട്ടം അങ്ങനെ എന്തോ ആണ് ഈ ഷോറൂമിന്റെ പേര്. ഈ കമ്പനി ഷോറൂമേ പൂട്ടണം, അതാണ്. സോ ഈ ഷോറൂം എന്നല്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഇതേപോലെ തന്നെ ട്രൂ വാല്യൂ, അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ചെണ്ണം ഉണ്ട്. സോ ഇതിലൊക്കെ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നടന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഒരുപാട് കമ്പനീസ് ഇങ്ങനെ, അതായത് കസ്റ്റമേഴ്സിനെ തീരെ ബഹുമാനിക്കാതെ എന്താണ് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സോ നമ്മൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയിട്ട് എങ്ങനെ വിശ്വസിച്ച് നല്ലൊരു കാർ എടുക്കും? അതും 5-10 ലക്ഷം റുപ്യല്ല, 31 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ആ കാർ എടുത്തിരിക്കുന്നത്. ആ കാറിലാണ് സ്ക്രാച്ചും കാര്യങ്ങളും. അതേപോലെ തന്നെ അമ്മേനെ അസഭ്യം വിളിക്കുക, പെങ്ങളെ അസഭ്യം വിളിക്കുക, അതേപോലെ തന്നെ തുണി പൊക്കി കാണിക്കുക, അതൊക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. എന്താ ഇവരൊക്കെ വിചാരിച്ചിരിക്കണേ? സോ നമ്മുടെ നാട്ടില് പോലീസുകാരൊക്കെ ഉണ്ട്, ഇതിനൊന്നും ഒരു എതിരെ ആക്ഷൻസും ഇല്ല. ഇത് നമ്മുടെ നാട്ടില് ഇങ്ങനത്തെ സംഭവങ്ങൾ ഡെയിലി ഇങ്ങനെ കൂടി വരികയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ. സോ അവിടുത്തെ മാനേജ്മെന്റിനെ അവിടെ പിടിച്ചു നിൽക്കാൻ വയ്യ. കാരണം മാനേജ്മെന്റിനെ അവിടുത്തെ പറഞ്ഞ ആൾക്കാരെ കേൾക്കുന്നില്ല. ഈ മഹേന്ദ്രക്കെങ്കിലും ഒന്ന് എന്താണ്, ഇത്ര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഇത്രയും റിവ്യൂസ് ഉണ്ട്. ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മോ ഫുള്ള് നെഗറ്റീവാണ്. പിന്നെ ഇവരെന്നെ ഈ ഇതിൽ പണിയെടുക്കുന്ന സ്റ്റാഫ് തന്നെ പറയുന്നുണ്ട് ഇത് ഇവിടുത്തെ ആദ്യത്തെ സംഭവം അല്ല എന്നുള്ളത്. ഇതിവിടെ സ്ഥിരം നടക്കണ പരിപാടിയാണെന്നുള്ളത്. അപ്പൊ സ്ഥിരം ഈ കാറുകൾ വാങ്ങാൻ വരുന്നവർക്ക് സ്ക്രാച്ച് ആക്കിയിട്ടും അതേപോലെ തന്നെ എന്താണ് കർട്ടൻ റേസ് ഒന്നും കൊടുക്കാതെ വിടുകയാണോ? സോ ഇവർ വന്നപ്പോൾ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. വന്നപ്പോൾ ഇതിൽ കർട്ടനൊക്കെ ഇട്ട് മൂടിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർ ഉള്ളിൽ പോയി ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്ത് വന്നപ്പോഴാണ് പിന്നെ ഇതിൽ ഒരു സാധനമില്ല, സ്ക്രാച്ച് അതേപോലെ തന്നെ എന്താണ് കർട്ടനില്ല, ഒന്നുമില്ല. സോ നമ്മളൊരു ഷോറൂമിൽ പോകുമ്പോൾ പൈസ കിട്ടണ വരെ എല്ലാ ഷോറൂമാരും ഇല്ല. ഓക്കെ, ചില ഷോറൂമാർ പൈസ കിട്ടണ വരെ അവർ സാർ അടിപൊളി, ഇത് നല്ല കാറല്ലേ, നമുക്ക് എടുക്കല്ലേ, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞേക്കും. പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേണമെന്നുണ്ടെ എടുത്ത് പോടാന്നുള്ളൊരു മൈൻഡാണ് ചിലവർ. എല്ലാവരും ഇല്ല കേട്ടോ,
ചിലവർ. ഞാൻ ബൈക്കൊക്കെ എടുത്ത ബജാജ് KVR ബജാജ് എന്നാണ്. നല്ല കാറല്ല ഞാൻ എടുത്തത്, ഞാൻ ബൈക്കാണ് എടുത്തിരുന്നത്. സോ നല്ല നല്ല പെരുമാറ്റമായിരുന്നു അവിടെ നിന്ന്. ഞാൻ മലപ്പുറം മുണ്ടുപുറം എന്നാണ് എടുത്തത്. സോ നല്ല പെരുമാറ്റമായിരുന്നു. നമുക്ക് ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഓക്കെ. സോ എല്ലാവരും എന്നുള്ളതില്ല, എല്ലാവരും നമ്മൾ അടച്ചണ്ട് ആക്ഷേപിക്കുന്നില്ല. സോ ചില മോന്മാർ, ഓക്കെ. സോ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്തോ അടിക്കാൻ വന്ന പോലെ ഇവരെന്നെ പറയുന്നുണ്ട്. അവരെന്നെ അറിയില്ല അവരെന്താ വിഷയം എന്നുള്ളത്, അവർക്ക് തന്നെ അറിയില്ല എന്താ വിഷയം എന്നുള്ളത്. സോ എന്തൊക്കെയോ നടക്കണു അവിടെ. സോ ഇതിന്റെ മാനേജർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 48 മണിക്കൂറിനുള്ളിൽ. ആ ഒരു ക്ലിപ്പ് നമുക്ക് കണ്ടുവരാം കേട്ടോ. ആ ക്ലിപ്പ് ഇവിടെ കണ്ടോ. സോ ആ ക്ലിപ്പ് ഞാനിവിടെ വയ്ക്കാം. എത്ര 11 മിനിറ്റിൽ എന്തോ ആണ്. സോ ആ ക്ലിപ്പ് ഞാനിവിടെ വയ്ക്കാം കേട്ടോ. സൈഡിൽ നോക്കിക്കോ. എപ്പോഴും മാറ്റി തരുക? എനിക്കൊരു 48 മണിക്കൂർ സമയം തരുമോ? നമ്മളിപ്പോ ഞാൻ പറയട്ടെ, മുഴുവൻ കേക്ക് ഇന്ന് പോവുക. ഞാൻ നാളത്തേക്ക് വണ്ടി റിപ്ലേസ്മെന്റ് റെഡിയാക്കിയിട്ട് നിങ്ങളുടെ അവിടെ ഡ്രൈവറെ വിട്ടാൽ വണ്ടി എടുക്കണം. ഈ സാധനം ഇത് പുതിയ എടുക്കണ്ടേ, അറേഞ്ച് ചെയ്യണം. അതിനാണ് 48 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2 ദിവസം. അത് ഞാൻ അറേഞ്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സാധനം വണ്ടി എടുക്കുന്നു, അത് ഫിക്സ് ചെയ്യുന്നു. ഓക്കെ. ഇപ്പോ ഒരാഴ്ച എടുത്തിട്ട് ഇതിപ്പോ വീഡിയോ ഇടാൻ കാരണം ചിത്രം ലേറ്റ് ആയത്. നമ്മൾ 48 മണിക്കൂർ കൊണ്ട് റെഡിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ സാധനം ഒരാഴ്ചയായിട്ടും ഇതുവരെ റെഡി ആയിട്ടില്ല. ആരുടെ ഭാഗത്തുനിന്ന് തെറ്റ്? സോ ഈ മാനേജർ അവിടുന്ന് റിസൈൻ ചെയ്തു എന്നാണ് പറയണത്. അത് അവിടുന്ന് പ്രഷറായിട്ടുണ്ടാവും. ഈ സ്റ്റാഫുകൾ എല്ലാവരും കൂടി ആളെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടാവും. അതന്നെ സംഭവം. സോ ഇതിൽ ഡയറക്റ്റ് മഹേന്ദ്രയ്ക്ക് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ നടപടി ഉണ്ടാവും. അല്ലാതെ ഒരു നടപടി ഉണ്ടാവില്ല. അവർ വന്ന് നന്നാക്കി തരുന്നില്ല. സോ അത് മെയിൻ കാര്യം. അത് തന്നെ ഇവിടെ ഉണ്ടാകുന്നുള്ളൂ. സോ ഇതിൻ്റെ ഒരു ലാസ്റ്റ് പാർട്ടും കൂടി ഉണ്ട്. ലാസ്റ്റ് ഒരു 2 മിനിറ്റിൻ്റെ പാട്ടും കൂടി ഉണ്ട്. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി നമുക്ക് തുടങ്ങാം. സോ ലാസ്റ്റ് ഒരു 2 മിനിറ്റിൻ്റെ പാട്ടും കൂടി ഉണ്ട്. 1 മിനിറ്റ്. ആ 1 മിനിറ്റ് കൂടി കണ്ടിട്ട് വരാം. ായിട്ട് പോയോണ്ടാണ് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. പുറത്തുനിന്നും ഉള്ളിന്നൊക്കെ ആയിട്ട് റീലെടുത്തു. വീഡിയോ കർട്ടൻ റൈസറിന്റെ ഇടാൻ വേണ്ടിട്ട് ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ ഞാൻ ഉള്ളിക്ക് നടക്കണതും പുറത്തേക്ക് നടക്കണതും സൈൻ ചെയ്യണതും അല്ലാതെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഹാപ്പി ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇടാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് തന്നെ ചെയ്യാറും, കൂടുതൽ ആൾക്കാരെ ഹാപ്പി ആക്കാൻ വേണ്ടി ചെയ്യുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നുണ്ട് നമുക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, ഇട്ട് നിർത്തിയുള്ളൂ. അവരെ ഇങ്ങനെ നമ്മൾ ഇനി ഇവരൊന്നും വീഡിയോ ഇടാണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും അമ്മമാർ ഇനി വേറെ ആൾക്കാരുടെ അടുത്ത് ഇതുപോലെ കാണിക്കും. പിന്നെ കേസും കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വേറെ ആർക്കും ഉണ്ടാവാണ്ടിരിക്കട്ടെ, അത്രയ്ക്ക് പറയാനുള്ളൂ. ഇനി ഇതും പിടിച്ചിട്ട് ഇനി ഇരിക്കുന്നില്ല. കാരണം നമ്മള് ബാക്കിയുള്ള കണ്ടന്റ് ഒക്കെ ഇടാൻ നമ്മൾ നോർമലായിട്ട് ഇടാൻ പോകാം, മുന്നോട്ട് പോകണം. തന്നെ പിടിച്ചിട്ടിരുന്ന കാര്യമില്ല. പക്ഷെ ഈ ഒരാഴ്ച ഞാൻ നന്നായിട്ട് അനുഭവിച്ചു ഈ ഒരു പ്രശ്നം. കാരണം കാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് അല്ലേ കിട്ടേണ്ടത്. ഇത് മറിച്ച് ഫുള്ള് ഡിപ്രഷനാണ് എനിക്ക്. കാരണം ഇത്രയും നല്ലൊരു മൊമെന്റ് അവർ നശിപ്പിച്ചു. ഈ വീഡിയോ എത്ര ഉള്ള എന്തായാലും നമ്മുടെ എക്സ്പീരിയൻസ് പറഞ്ഞത് ബാഡ് എക്സ്പീരിയൻസ് പറഞ്ഞാണ്. ഓക്കെ. സോ കാർ എടുക്കാൻ പോകുമ്പോൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര ഡിപ്രഷൻ ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്, സീരിയസ്ലി. സോ നമ്മൾ ഫാമിലിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ കൂട്ടി നമ്മളൊരു ലൈഫിലൊരു ബിഗ് മൊമെന്റ് എന്നൊക്കെ പറയില്ലേ, ഒരു അച്ചീവ് ചെയ്ത, അതായത് ഒരു അച്ചീവ്മെന്റ് അച്ചീവ് ചെയ്ത ഒരു സംഭവം നമ്മളെല്ലാവരും കൂടി കൂട്ടി ഹാപ്പി ആയിട്ട് എടുക്കാൻ പോകുന്നു. സോ അത് കുറച്ച് ആൾക്കാർ കാരണം ഇങ്ങനെ റൂയിൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ദേഷ്യം വരും, നമ്മൾ റൈസ് ആവും. നമ്മൾ പുതിയ എടുക്കാൻ പോണ കാറിൽ വല്ല ബെഡോ സ്ക്രാച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം ചെയ്യും. അതിനുള്ള പരിഹാരം അവർ ചെയ്തു തരണം. അല്ലാതെ അവർ റൈസ് ചെയ്തിട്ട് അടിക്കാൻ വരികയല്ല ചെയ്യേണ്ടത്. സോ ഇതിൽ ഇവരെ ഭാഗത്ത് നല്ല മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് അവരെ സ്റ്റാഫിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്ക് തന്നെ ആയിരിക്കും, അല്ലാതെ വേറെ ഭാഗത്തൊന്നുമില്ല. അല്ലാതെ പഴയ വണ്ടി കൊണ്ടുപോയിട്ട് പുതിയ ഇതിലേക്കാക്കി കൊണ്ടുവരില്ലല്ലോ. കാരണം ഇപ്പം അടുത്തിറങ്ങിയ വണ്ടിയാണ് P6 എന്ന് പറയുന്നത്, മഹേന്ദ്രേൻ്റെ. നല്ല പവർ കൂടിയ വണ്ടിയാണ്, നല്ല പ്രൈസും ഉണ്ട്. 31 ലക്ഷം റുപ്യുണ്ട് വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ്. സോ അത്രയും പൈസ മുടക്കി എടുക്കുന്ന കാറിന് അവർ സ്ക്രാച്ച് കണ്ടു കഴിഞ്ഞാൽ അവർ വാങ്ങണ ആൾക്കാർ വെറുതെ ഇരിക്കുമോ? പക്ഷെ ഷോറൂമുകാർ തന്നെ അത് റെഡിയാക്കി കൊടുക്കണ്ടേ? അതിനല്ലേ അവർ ഷോറൂം ഇട്ടിട്ട് അവിടെ ഇരിക്കുന്നത്. സോ എന്താ പറയുക, ഒന്നും പറയാനില്ല. കാരണം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കേസ് ഇനി പോലീസുകാർ ഇത് എങ്ങനെ എടുക്കും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. സോ ഇത് സ്വാധീനത്തിന് പിന്നാലെ പോവോ അതോ മര്യാദയ്ക്ക് അന്വേഷിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടന്നെ അറിയണം. സോ അന്വേഷിക്കുമെന്ന് വിചാരിക്കുന്നു. നല്ലപോലെ നമ്മുടെ നാട്ടിൽ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. സോ ഇതിൽ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ പറഞ്ഞു.
പിന്നെ കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും അവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നല്ലൊരു വണ്ടി എടുക്കാൻ പോയിട്ട് ഇങ്ങനത്തെ ഒരു മോശം അനുഭവം ഉണ്ടാകുന്നത്. കാരണം ഷോറൂമിലെ മാനേജ്മെന്റിന് വരെ ഇതിൽ സ്റ്റാഫിന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അതേപോലെ തന്നെ അമ്മയും പെങ്ങന്മാരെയും ചീത്ത വിളിക്കുക, തുണി പൊക്കി കാണിക്കുക, അസഭ്യം പറയുക, ഇതൊക്കെ എവിടുത്തതാണ്? ഇവന്മാർക്കൊന്നും ഒരു പേടിയില്ല. അതുകൊണ്ട് തന്നെയാണ് നിയമത്തിൽ ഒരു പേടിയില്ല, അതേപോലെ തന്നെ അവിടുത്തെ മാനേജ്മെന്റിൽ ഒരു പേടിയില്ല. അത് തന്നെയാണ് ഇങ്ങനത്തെ ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നത്. സ്ഥിരം സംഭവമല്ലേ അവിടുത്തെ, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. സോ പുതിയ വീഡിയോ ആയിട്ട് വരാം.